വാസുദേവായ ധന്വന്തരയെ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. ഇന്ന് നമ്മൾ ശ്രീമദ് നാരായണീയത്തിൽ 28ാമത്തെ ദശകം, അതായത് പാലാഴിമതനം, ലക്ഷ്മി സ്വയംവരം, അമൃതം ഉൽപ്പത്തി, ഇതൊക്കെയാണ് വായിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ശ്ലോകം വായിക്കാം. ഗരളം തരളാനലം പുരസ്താ ജലധേരു ഉദ്വിജകാലകാലകൂടം അമരസ്തുതിവാദ മോദനിഘ്നഃ ഗിരിശഃ തത്നിബഭൗ ഭവത്പ്രിയാർത്ഥം. ഗരളം തരളാനലം പുരസ്താഃ ജലധേരു ഉദ്വിജാലകാലകൂടം അമരസ്തുതിവാദ മോദനിഘ്നോ ഗിരിശൻ തന്നിബഭൗ ഭവത്പ്രിയാർത്ഥം. ഗരളം തരളാനലം പുരസ്താഃ ഗരളം തരൾ ആനലം പുരസ്താത് ജലധേരു ഉദ്വിജാല കാളകൂടം അമര സ്തുതിവാദ മോദനിഘ്നോ ഗിരിശൻ തന്നിബഭൗ ഭവത് പ്രിയാർത്ഥം. കത്തിജ്വലിക്കുന്നതായ കാളകൂടമെന്ന വിഷം സമുദ്രത്തിൽ നിന്നും ദേവതകളുടെ മുൻഭാഗത്തായി ഒഴുകിത്തുടങ്ങി. ദേവന്മാരുടെ സ്തുതിവാക്യങ്ങളാൽ സന്തുഷ്ടനായ ശ്രീ പരമേശ്വരൻ നിൻ തിരുവടിയുടെ പ്രീതിക്ക് വേണ്ടി അതിനെ മുഴുവൻ പാനം ചെയ്തു. രണ്ടാമത്തെ ശ്ലോകം. വിമതസ്തു സുരാസുരേഷു ജാതാ സുരഭിഃ താം ഋഷീഷു ജ്ഞതാത്രിതാമന് ഹയരത്നം അഭൂത് അത ഇവരത്നം ജുതരുഃ ച അപ്സരസുഃ സുരേഷു താനി. വിമതസ്തു സുരാസുരേഷു ജാതാ സുരഭിഃ താം അമർഷിഷു ജ്ഞതാസ്ത്രിതാമൻ ഹയരത്നമഭൂതദേവരത്നം ദ്യുതരുഃ ചാപ്സരസഃ സുരേഷു താനി. വിമതസ്തു സുരാസുരേഷു ജാതാ സുരഭിഃ താം അമർഷിഷു ജ്ഞതാസ്ത്രിതാമൻ ഹയരത്നമഭൂതദേവരത്നം ഹയരത്നമഭൂതദേവ ഇവരത്നം ഹയരത്നം അഭൂത് അത ഇവരത്നം ദ്യുതരുഃ ച അപ്സരസഃ സുരേഷു താനി. വിമതസ്തു സുര അസുരേഷു ജാതാ സുരഭിഃ താം ഋഷീഷു ജ്ഞതാ ത്രിധാമൻ ഹയരത്നം അഭൂത് അഭ ഇവരത്നം ഹയരത്നം അഭൂത് അധ ഇവ രത്നം ഹയരത്നം അഭൂത് അധ ഇവ രത്നം ഹയരത്നം അഭൂതേ ഇവ രത്നം ഹയരത്നം അഭുതേത് ഇവ രത്നം ദ്യുതരുഃ ച അപ്സരസഃ സുരേഷു താനി. ശ്രീധാമാവായ ഭഗവാന് ദേവാസുരന്മാർ വീണ്ടും മദനം ചെയ്തുകൊണ്ടിരിക്കവേ കാമധേനു ഉണ്ടായി. അതിനെ നിന്തിരവടി സൃഷ്ടികളിൽ സമർപ്പിച്ചു. അനന്തരം ഉച്ചൈസ്രവസ് എന്ന അശ്വരത്നം ഉണ്ടായി. അതിൽ പിന്നെ ഐരാവതവും കൽപ്പകവൃക്ഷവും അപ്സരസ്ത്രീകളും ഉത്ഭവിച്ചു. അവരെ ദേവന്മാരിലും ഏൽപ്പിച്ചു. ശ്രീധാമാവായ ഭഗവാന് ദേവാസുരന്മാർ വീണ്ടും മദനം ചെയ്തുകൊണ്ടിരിക്കവേ ഭഗവാൻ ശ്രീധാമാവായ ഭഗവാന്റെ അടുത്ത് പറയുകയാണ്. നടന്ന കഥ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാന്റെ അടുത്ത് പറയുകയാണല്ലോ. ശ്രീധാമായ ഭഗവാനെ ദേവാസുരന്മാർ വീണ്ടും മദനം ചെയ്തുകൊണ്ടിരിക്കവേ കാമധേനു ഉണ്ടായി. അതിനെ നിന്തിരപിടി ഋഷികളിൽ സമർപ്പിച്ചു. അനന്തരം ഉച്ചൈസ്രവസ് എന്ന അശ്വരത്വമുണ്ടായി. അതിൽ പിന്നെ ഐരാവതവും കൽപ്പകവൃക്ഷവും അപ്സരസ്ത്രീകളും ഉത്ഭവിച്ചു. അവരെ എല്ലാം ദേവന്മാരെയും ഏൽപ്പിച്ചു. ജഗദീശ ഭവത്പരാ തദാനീം കമനീയാ കമലാ ബഭൂവ ദേവി അമലാമവലോക്യയാം വിലോലഃ സകലഃ അഭിസ്പഹയാം ബഭൂവ ലോകാഃ. ജഗദീശ ഭവത്പരാ തദാനീം കമനീയാ കമലാ ബഭൂവ ദേവി അമലാം അവലോക്യയാം വിലോലഃ സകലോപി സ്പഹയാം ബഭൂവ ലോകഃ. സഹയോഗി സ്പൃഹയാം ബഭൂവ ലോക സഹയോഗി സ്പൃഹയാം ബഭൂവ ലോകഃ. ജഗദീശ ഭവത്പരാ തദാനീം കമനീയാ കമലാ ബഭൂവ ദേവി അമലാം അവലോക്യയാം വിലോലഃ സകലോപി സ്പൃഹയാം ബഭൂവ ലോകഃ.
ജഗദീശാ ഭവത്പരത്തദാനീം കമനീയാ കമലാ ബഭൂവ ദേവി അമലാമവലോക്യയാം വിലോലഃ സകലോപി സ്പൃഹയാം ബഭൂവ ലോകഃ. ലോകേശ, ആ സമയം അങ്ങയിൽ അനുരാഗത്തോടു കൂടിയവളും മോഹനമായ രൂപസൗഭാഗ്യത്തോടു കൂടിയവളുമായ ലക്ഷ്മി ദേവി ആവിർഭവിച്ചു. നിർമ്മലാംഗിയായ ആ ദേവിയെ കണ്ടിട്ട് മനസ്സിളകിപ്പോയ എല്ലാവരും അവളെ ആഗ്രഹിച്ചു. ലോകേശ, ആ സമയം അങ്ങയിൽ അനുരാഗത്തോടു കൂടിയവളും മോഹനമായ രൂപസൗഭാഗ്യത്തോടു കൂടിയവളുമായ ലക്ഷ്മി ദേവി ആവിർഭവിച്ചു. നിർമ്മലാംഗിയായ ആ ദേവിയെ കണ്ടിട്ട് മനസ്സിളകിപ്പോയ എല്ലാവരും അവളെ ആഗ്രഹിച്ചു. ശ്ലോകം. ത്വയി ദത്തഹൃദേ തദൈവ ദിവ്യേ ത്രിദിശേന്ദ്രമണിപീഠികാം വിതാരീത് സകലോപഹൃതാഭിഷേചനീയൈഃ ഹർഷയസ്താം ശ്രുതിഗീഃ അഭിരഭിഷ്യഞ്ജൻ. ത്വയി ദത്തഹൃദേ തദൈവ ദിവ്യേ ത്രിദിശേന്ദ്രോ മണിപീഠികാം വിതാരീത് സകലോപി ഹൃദയാഭിഷേചനീയൈ ഹർഷയാസ്താം ശ്രുതിഗീഃ അഭിരഭിഷ്യഞ്ജൻ. ത്വയി ദത്തഹൃദേ തദാ ഏവ ദേവി ത്രിദിശേന്ദ്രമണിപീഠികാം വിതാരീത് സകല ഉപഹൃത അഭിഷേചനീയൈഃ ഹർഷയഃ താം ശ്രുതിഗീർഭിഃ അഭ്യഷിഞ്ജൻ. ത്വയി ദത്തഹൃദേ തദാ ഏവ ദേവി ത്രിദിശേന്ദ്രമണിപീഠികാം വിതാരീത് സകല ഉപഹൃത അഭിഷേചനീയൈഃ ഹർഷയഃ താം ശ്രുതിഗീർഭിഃ അഭ്യഷിഞ്ജൻ. ദേവരാജാവായ ദേവേന്ദ്രൻ അങ്ങയിൽ സമർപ്പിച്ച മനസ്സോടുകൂടിയ ആ ദേവിക്കായിക്കൊണ്ട് ഉടനെ രത്നപീഠം നൽകി. മഹർഷിമാർ എല്ലാവരും കൊണ്ടുവരപ്പെട്ട അഭിഷേക സാമഗ്രികളെ കൊണ്ട് വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് അഭിഷേകം ചെയ്തു. ദേവരാജായ ദേവേന്ദ്രൻ അങ്ങയിൽ സമർപ്പിച്ച മനസ്സോടുകൂടിയ ആ ദേവിക്കായിക്കൊണ്ട് ഉടനെ തന്നെ രത്നപീഠം നൽകി. മഹർഷിമാർ എല്ലാവരും കൊണ്ടുവരപ്പെട്ട അഭിഷേക സാമഗ്രികളെ കൊണ്ട് വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് ആ ദേവിയെ അഭിഷേകം ചെയ്തു. അഭിഷേക ജലാനുപാതിമുഗ്ധ തുത്തവാംഗൈഃ അവഭൂഷിത അംഗവല്ലീം മണികുണ്ഡലപീതചേലഹാര പ്രമുഖൈഃ താം അമര ആദയ അന്വഭൂഷൻ. അഭിഷേക ജലാനുപാതിമുഗ്ധ തുത്തവാംഗൈഃ അവഭൂഷിത അംഗവല്ലീം മണികുണ്ഡലപീതചേലഹാര പ്രമുഖൈഃ താം അമര ആദയ അന്വഭൂഷൻ. അഭിഷേക ജലാനുപാതിമുഗ്ധ തുത്തവാംഗൈഃ അവഭൂഷിത അംഗവല്ലീം മണികുണ്ഡലപീതചേലഹാര പ്രമുഖൈഃ താം അമര ആദയ അന്വഭൂഷൻ. അഭിഷേക ജലത്തിനെ തുടർന്നുകൊണ്ടുണ്ടായ അങ്ങയുടെ മനോമോഹനങ്ങളായ കടാക്ഷങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടി അവളെ ദേവന്മാർ മുതലായവർ രത്നകുണ്ടങ്ങൾ, പീതാംബരം, മുത്തുമാല മുതലായവയെ കൊണ്ട് അലങ്കരിച്ചു. അഭിഷേക ജലത്തിനെ തുടർന്നുകൊണ്ടുണ്ടായ അങ്ങയുടെ മനോമോഹനങ്ങളായ കടാക്ഷങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടി അവളെ ദേവന്മാർ മുതലായവർ രത്നകുണ്ടലങ്ങൾ, പീതാംബരം, മുത്തുമാല മുതലായവയെ കൊണ്ട് അലങ്കരിച്ചു. ഇന്ന് നമ്മൾ ഈ 5 ശ്ലോകങ്ങൾ ഒന്നുകൂടെ വായിക്കാം. ഗരളം തരളാനലം പുരസ്താത് ജലദേഹേ ഉദ്വിജകാളം കാളകൂടം അമരസ്തുതിപാദമോദനിഗ്രഹ ഗിരിശഃ തത്നിപവോ ഭവത്പ്രിയാർത്ഥം. വിമതസ്തു സുര അസുരേഷു ജാത സുരഭിഹിതാം ഋഷീഷു നിധാത്രിധാമൻ ഹയരത്നമഭൂത് അതൈവരത്നം ജുതരുഃ ച അപ്സരസഃ സുരേഷു താനി ജഗദീശ ഭവത്പരാ തദാനീം. ജഗദീശ ഭവത്പരാ തദാനീം കമനീയ കമലാ ബഭൂവ ദേവി അമലാമവലോക്യയാം വിലോലഃ സകലഃ വിസ്പൃഹയാം ബഭൂവ ലോകഃ. ത്വയി തത്തഹൃദേ തദാ ഏവ ദേവ്യൈ ത്രിദശേന്ദ്രമണിപീഠികാം വിതാരീത് സകല ഉപഹൃത്യ അഭിഷേചനീയൈഃ ഹർഷയഃ ത്വാം ശ്രുതിഗീർഭിഃ അഭ്യഷിഞ്ജൻ. അഭിഷേക ജലാനുപാതിമുഗ്ധ ത്വത്തവാംഗൈഃ അവഭൂഷിത അംഗവല്ലീം മണികുണ്ഡലപീതചേലഹാര പ്രമുഖൈഃ താം അമര ആദയഃ അന്വഭൂഷൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.